നമ്മൾ ഇന്നലെ വീഡിയോയിൽ കണ്ടത് ഭാഷാ ചരിത്രത്തിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ പ്രാചീന സാഹിത്യം, അത് പാഠ്യപ്രസ്ഥാനത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണാൻ പോകുന്നത്. UGC നെറ്റ് സെറ്റ് കേട്ടറ്റിനൊക്കെ ചോദിക്കുന്നത് ഇതിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അത് നെറ്റിനും അതുപോലെ തന്നെ സെറ്റിനും കേട്ടറ്റിനൊക്കെ ചോദിക്കാം. കേട്ടറ്റിന് കുറച്ചും കൂടെ ഡയറക്റ്റ് ചോദ്യങ്ങളായിരിക്കാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ചോദ്യം ഉത്തരം അതുപോലെ തന്നെ കേട്ടോ മുന്നേ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഓക്കെ, രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും എന്ന കൃതി ആരുടേതാണ്? ഡയറക്റ്റ് ചോദ്യമാണ്. ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ. രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും എന്ന കൃതി എഴുതിയത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ എന്നാണ് കേട്ടോ. സംസ്കൃതാക്ഷരമാലയുടെ അനുപ്രവേശനത്തിന് മുമ്പ് നിബന്ധിക്കപ്പെട്ടതാണ് രാമചരിതം എന്ന് പറയുന്നത് ആര്? ചോദ്യം, സംസ്കൃതാക്ഷരമാലയുടെ അനുപ്രവേശനത്തിന് മുൻപ് നിബന്ധിക്കപ്പെട്ടതാണ് രാമചരിതം എന്ന് പറയുന്നത് ആരാണെന്നാണ്. ഉത്തരം എന്ന് പറയുന്നത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് എന്നാണ് കേട്ടോ. അടുത്ത ചോദ്യം, രാമചരിതം ഒരു ഉത്തര കേരളീയ കൃതിയാണെന്ന് പറയുന്നത് ആരാണ്? ഒരുപാട് വാദങ്ങളുണ്ടല്ലോ. അതിൽ ഉത്തര കേരളീയ കൃതിയാണെന്ന് പറയുന്നത് ആരൊക്കെയാണെന്നാണ്. ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ, PV കൃഷ്ണൻ നായർ, MM പുരുഷോത്തമൻ നായർ എന്നിവരാണിത് പറയുന്നത്. രാമചരിത ഭാഷ തമിഴാണെന്ന് പറയുന്നത് ആരൊക്കെയാണെന്നാണ് അടുത്ത ചോദ്യം. TA ഗോപിനാഥ റാവു, KG ശേഷയ്യൻ. രാമചരിത ഭാഷ തമിഴാണെന്ന് പറയുന്ന ആൾക്കാർ TA ഗോപിനാഥ റാവും KG ശേഷയ്യനും. രാമചരിതം ചെന്തമിഴ് മലയാളം മിശ്രമാണെന്ന് പറയുന്നത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. ചെന്തമിഴും മലയാളം മിശ്രമാണെന്ന് പറയുന്നത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ് കേട്ടോ. തെക്കൻ തിരുവിതാംകൂറിലെ മിശ്രഭാഷ പ്രസ്ഥാനത്തെ അനുസരിച്ചാണ് രാമചരിതം രചിച്ചതെന്ന് പറയുന്നതാണ് ഡോക്ടർ K ഗോദവർമ്മയാണ്. തെക്കൻ തിരുവിതാംകൂറിലെ മിശ്രഭാഷ പ്രസ്ഥാനം അനുസരിച്ചാണ് രാമചരിതം രചിച്ചു എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ K ഗോദവർമ്മയാണ്. അടുത്തത്, രാമചരിതം ഒരു പടപ്പാട്ടല്ല എന്നതിന് ഉള്ളൂർ നൽകിയ പ്രധാന തെളിവ്. പടപ്പാട്ടാണെന്ന് പറയുന്ന ആളുകൾ കുറേയുണ്ട്, അതല്ല എന്ന് പ്രസ്താവിക്കാൻ വേണ്ടി ഉള്ളൂർ നൽകിയ പ്രധാന തെളിവ് എന്ന് പറയുന്നത് താളിയോലയിലുള്ള രചന എന്നാണ് കേട്ടോ ഉത്തരം. അടുത്തത്, രാമചരിതം അതുണ്ടായ കാലത്ത് പാട്ടിനുണ്ടായ സാഹിത്യ ഭാഷയിൽ രചിച്ച കൃതിയാണെന്ന് പറയുന്നത് ആരാണ്? ഉള്ളൂർ. അതുണ്ടായ കാലത്ത് പാട്ടിനനുസരിച്ചാണ് രാമചരിതം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് പറയുന്നത് ആരാണ്? ഉള്ളൂർ. നാടൻ പാട്ടുകളുമായി നമ്മുടെ രാമചരിത ഭാഷ താരതമ്യം ചെയ്തിട്ടുള്ള ആളാരാണ്? നാടൻ പാട്ടും അതുപോലെ തന്നെ രാമചരിത ഭാഷയും താരതമ്യം ചെയ്തിട്ടുള്ള ആള് പ്രൊഫസർ PV കൃഷ്ണൻ നായരാണ്. ആരാണ്? പ്രൊഫസർ PV കൃഷ്ണൻ നായരാണ് കേട്ടോ. രാമചരിതം കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. കേട്ടിട്ടൊക്കെ നന്നായി ചോദിക്കാം. രാമചരിതം കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ് കേട്ടോ. കല്ലിലും ചെമ്പിലുമുള്ള ശാസനകൾക്ക് ശേഷം മലയാള ഭാഷാ സ്വഭാവം പ്രകടിപ്പിക്കുന്ന കൃതി എന്ന് രാമചരിതത്തെ വിശേഷിപ്പിച്ചത് ആര്? ഗുണ്ടർട്ട് തന്നെയാണ് കേട്ടോ. രാമായണത്തിലെ ഏത് ഭാഗമാണ് രാമചരിതത്തിൽ പ്രാധാന്യം നൽകപ്പെട്ടത്? യുദ്ധകാന്ഡാണ്. രാമായണത്തിന് ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ രാമചരിതത്തിൽ പ്രധാനം യുദ്ധകാന്ഡം എന്നാണ് ഉത്തരം കേട്ടോ. രാമചരിത ഭാഗങ്ങളിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പടലങ്ങൾ. രാമചരിത ഭാഗങ്ങൾ പടലങ്ങൾ എന്ന പേരിലാണ്, ഈ കാണ്ഡങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ പടലങ്ങൾ എന്ന പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇനി രാമചരിതത്തിൽ ആകെ എത്ര പടലങ്ങളുണ്ട്? എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കണതാണ്. 164. രാമചരിതത്തിൽ ആകെ എത്ര പടലങ്ങളുണ്ട്? 164 കേട്ടോ. അടുത്തത്, P ഗോവിന്ദപിള്ളയുടെ അഭിപ്രായത്തിൽ രാമചരിതകാരൻ ആരാണ്? ആദിത്യവർമ്മ. P ഗോവിന്ദപിള്ളയുടെ അഭിപ്രായമാണ് ചോദിച്ചിട്ടുള്ളത്. രാമചരിതം രചിച്ചത് ആരാണ്? ആദിത്യവർമ്മയാണെന്നാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ഈ കുറച്ച് സമയത്തിന് കൂടുതൽ ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ എക്സാമിന് മുന്നായിട്ട് ചുമ്മാ കേട്ട് പോകാന്നുള്ള രീതിക്കാണ് കേട്ടോ ചോദ്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ എന്ന് വെച്ചാൽ വർക്കില്ല, കേൾക്കാൻ വേണ്ടിയിട്ട് കേട്ട് നമുക്ക് മെമ്മറിയിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ഇതാക്കുന്നത് കേട്ടോ. ശ്രീ വീരരാമവർമ്മയാണ് രാമചരിതകാരൻ എന്ന് പറയുന്നത് ആരാണ്? ഉള്ളൂർ. ഒരുപാട് വാദങ്ങളുണ്ട്, അതിലൊന്നാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ രാമചരിതകാരനെ മലയാളത്തിലെ ചോസർ എന്ന് വിളിക്കുന്നത് ആരാണ്? അത് ഉള്ളൂരാണ് കേട്ടോ. ഉള്ളൂർ. ഇനി ഇത്ര ചോദ്യങ്ങൾ നമ്മളിപ്പോൾ 20 ചോദ്യങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് കാണാം.